ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പും ഒരു ആരോപണം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിച്ചിരുന്നു. അന്ന് ഇലക്ഷൻ കമ്മീഷൻ 60 പേജുള്ള വിശദമായ മറുപടിയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്നത്. പക്ഷേ അതിനെയൊന്നും കോട്ട് ചെയ്യാതെ അതിലെ കാര്യങ്ങൾ അവലംബിക്കാതെയാണ് അദ്ദേഹം വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിക്കൊണ്ട് പാകിസ്ഥാന് ആയുധമാകാവുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിമർശിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായ പരാജയം ഏറ്റുവാങ്ങുന്ന രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറഞ്ഞ ജനങ്ങളുടെ ആ വിശ്വാസത്തെ, അവരുടെ വിധിയെ മാനിക്കുന്നതിന് പകരം, അവരുടെ വിശ്വാസം ആർജിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം അദ്ദേഹം ജനതയെ തള്ളിപ്പറയുന്നു, ജനാധിപത്യ സംവിധാനത്തെ തള്ളിപ്പറയുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്, മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ അവിടെ റിഗ്ഗിങ് നടന്നു, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കുഴപ്പങ്ങൾ നടന്നു, ഇനി അത് ബീഹാറിലും നടക്കാൻ പോവുകയാണ്. അപ്പൊ അന്ന് ആ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞത് ബീഹാറിലും തങ്ങൾ ജയിക്കില്ല എന്നുള്ളതിന്റെ ഒരു മുൻകൂർ ജാമ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് തന്നെ ആയാലും ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കുക, അതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിന് നേരിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാമായിരുന്നു. അതിന് പകരം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ലേഖനം എഴുതുകയാണ് ചെയ്തത്. പല രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഓരോ ആരോപണവും വസ്തുതാവിരുദ്ധമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, സുപ്രീം കോടതി പറഞ്ഞിട്ടും ചീഫ് ജസ്റ്റിസിന് പകരം ക്യാബിനറ്റ് മന്ത്രിയെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന കമ്മിറ്റിയിൽ വെച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ 26 തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. ആ 26 തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ 25നെയും കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 2023 BJP കൊണ്ടുവന്ന ബില്ലിലൂടെയാണ് പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. നേരത്തെ തന്നെ 2007 അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന വീരപ്പ മൊയ്ലിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് സമർപ്പിച്ചിരുന്നത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനാണ്. അതിനകത്ത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കർ, ഇവരൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന, നിയമമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അത് നടപ്പിലാക്കാൻ അന്നത്തെ ഒരു സർക്കാരും തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ ശുദ്ധ മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന കാര്യത്തിനകത്ത് സുതാര്യതയും ചർച്ചയും ഒക്കെ നടക്കുന്നത്. ഭൂരിപക്ഷ അഭിപ്രായം തീരുമാനിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. നേരത്തെ സർക്കാരുകൾ നേരിട്ട് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന് തന്നെ അധികാരമുണ്ടെന്ന് മനസ്സിലായത് TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ആയതിനു ശേഷം മാത്രമാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി പറയുന്നത് വോട്ടർമാരെ ചേർക്കുന്നതിൽ കൃത്രിമം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് രാഹുൽ ഗാന്ധി പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ, ഇത് മഹാരാഷ്ട്രയിലെ കണക്കാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4% വോട്ടർമാർ 2024 5 മാസത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരായി ഉണ്ടായി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ, യുവാക്കളെ വോട്ടർ പട്ടികയിൽ ചേരാൻ വേണ്ടി, വിദ്യാർത്ഥികളെ വോട്ടർ പട്ടികയിൽ ചേരാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ നിരവധി പ്രയത്നങ്ങൾ എടുക്കാറുണ്ട്. വളരെ വർഷങ്ങളായിട്ട് അത് മഹാരാഷ്ട്രയിലല്ല, എല്ലാ സംസ്ഥാനത്തും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. പക്ഷെ ഇതിനു മുമ്പ് 2004, 2009, 2014, 2019 ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4%, 5%, 1%, 3% എന്നിങ്ങനെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പം 2024 മാത്രം വർധനവ് ഉണ്ടാകുന്നതിനെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ചോദ്യം. അതിലൊരു വിഷയം, 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന്, അതായത് കോൺഗ്രസും ഉദ്ധവ് ശിവസേനയും
അതേപോലെ തന്നെ NCP, ശരത് പവാറിന് NCP ചേർന്നുള്ള സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും BJP സഖ്യം പൂർണ്ണമായിട്ട് ഒരു ക്ലീൻ സ്വീപ്പാണ് BJP സഖ്യം നേടിയത്. 288 അംഗ നിയമസഭയിൽ 235 പേരും BJP സഖ്യത്തിലായിരുന്നു. അതിൽ BJPക്ക് തന്നെ 132 സീറ്റ് കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു നഷ്ടബോധത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പൊ ഈ വർഷം എന്തുകൊണ്ട് 4% വർധനവ് ഉണ്ടായി എന്ന് ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി 2004-ലും 2009-ലും 2014-ലും 2019-ലും എന്തുകൊണ്ട് വർധനവുണ്ടായി എന്നുള്ളതിന്റെ കൂടി മറുപടി പറയണ്ടേ? അതാണ് ഒരു കാര്യം. ഇതിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സുതാര്യമായി നടക്കുന്ന ഒരു നടപടിക്രമമാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതോടൊപ്പം തന്നെ പേര് ഡിലീറ്റ് ചെയ്യാം. ഓരോ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിർണ്ണയിക്കാം. ആ ബൂത്ത് ലെവൽ ഏജന്റുമാരാണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ടും അധികാരികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത്. അവർക്ക് പരാതികൾ നൽകാം. അങ്ങനെ പരാതി നൽകുകയും അപ്പീലുകൾ നൽകുകയൊക്കെ ഉള്ള ആ പ്രോസസ് ഒക്കെ നടന്നതിന് ശേഷമാണ് ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഫൈനൽ വോട്ടർ പട്ടിക വരുന്നത്. ആ പ്രക്രിയയിൽ തന്നെ മഹാരാഷ്ട്രയിൽ മാത്രം 27,099 ബൂത്ത് ലെവൽ ഏജന്റുമാരാണ് കോൺഗ്രസുകാർക്കുണ്ടായിരുന്നത്. അവർക്കൊക്കെ പരാതി കൊടുക്കാമായിരുന്നല്ലോ. 100 പരാതികൾ വരികയും ചെയ്തിട്ടുണ്ട്. ആ 100 പരാതികൾക്ക് 100 അപ്പീലുകൾക്ക് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഇങ്ങനെ ഒരു ആരോപണമായി വരുന്നതിൽ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്ര സുതാര്യമായ പ്രക്രിയയെ തന്നെ, ആ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അദ്ദേഹത്തിന് ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള കണക്കുകളാണ്. തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലംബിക്കുന്നത് 6 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വോട്ടിംഗ് ശതമാനം പ്രഖ്യാപിക്കും പത്രസമ്മേളനത്തിലൂടെ. അത് 5 മണി വരെയുള്ള വോട്ടിംഗ് ശതമാനമാണ്. അതിനുശേഷം 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുന്നത്. പക്ഷേ 6 മണിക്ക് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് വോട്ടർ ക്യൂവിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് 2 മണിക്കൂർ, അതായത് ആദ്യം പ്രഖ്യാപിക്കുന്ന താൽക്കാലിക വോട്ടിംഗ് ശതമാനത്തിനേക്കാൾ 2 മണിക്കൂർ വീണ്ടും പോളിംഗ് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഫൈനൽ പോളിംഗ് ശതമാനം പ്രഖ്യാപിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഒരു വ്യക്തമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, പൊതുജനത്തെ പറ്റിക്കാൻ വേണ്ടി ഒരു കള്ളക്കണക്ക് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് 2019 എത്ര ശതമാനമാണ് പോളിംഗ് കൂടിയത്, അതായത് ആദ്യത്തെ കണക്കുകളിൽ നിന്നും ഫൈനൽ കണക്കുകളിൽ നിന്നുള്ള ശതമാനം എത്രയാണ് കൂടിയതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് 1% താഴെയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ കണക്കിൽ 2024 കണക്ക് അദ്ദേഹം, ഇതും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്ക് വെച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് 7% വർധനമുണ്ടായിട്ടുണ്ട്. 2019 0.64% മാത്രമേ വർധനമുണ്ടായിട്ടുള്ളൂ. 2024 കണക്കുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് 2019 0.64% വോട്ടാണ് കൂടിയതെന്ന് പറയുമ്പോൾ 5 മണിക്കുള്ള വോട്ടും അവസാനത്തെ ഫൈനൽ കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0.64% പക്ഷെ 2024 അത് 7.83%, അതായത് 76 ലക്ഷം വോട്ട് അധികം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടൊരു കളവ് പറയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ കണക്കുകൾ കൊടുത്താണ്. പക്ഷേ അദ്ദേഹം 2019 കണക്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്തത്? 2019 അദ്ദേഹം കണക്കെടുക്കുന്നത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കും പോളിംഗ് കഴിഞ്ഞതിന്റെ അവസാന കണക്കുകളാണ് അദ്ദേഹം വ്യത്യാസം എടുക്കുന്നത്. അതേ സമയത്ത് 2024 5 മണിക്ക് പ്രഖ്യാപിച്ച കണക്കുകളാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പം അദ്ദേഹം ബോധപൂർവം, അദ്ദേഹത്തിന് 6 മണിക്കുള്ള കണക്കുണ്ട്, 5 മണിക്കുള്ള കണക്കുണ്ട്, പോളിംഗ് തീർന്നതിന് ശേഷമുള്ള കണക്കുണ്ട്, അവസാന കണക്കുകളുണ്ട്. ഈ അവസാന കണക്ക് എന്ന് പറയുന്നത് എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇത്ര ശതമാനമാണ് പോളിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ബോധപൂർവം തനിക്ക് കിട്ടിയ കണക്കുകളിൽ കുറച്ചു മാത്രം നൽകിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മഹാരാഷ്ട്രയിലെ കണക്കുകൾ പ്രകാരം, ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2 മണിക്കൂറിനുള്ള, അതായത് അവസാനത്തെ 2 മണിക്കൂറിൽ 5 മണിക്ക് ഉള്ള കണക്കുകളാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പുറപ്പെടുവിച്ചത്. പിന്നീട് 6 മണി വരെയാണ് ഇലക്ഷൻ, പക്ഷെ അത് 7 മണി വരെ നീണ്ടുപോകും. അങ്ങനെ 2 മണിക്കൂറിലെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ അത് 116 ലക്ഷം വരെ ആകാം. നേരത്തെ രാവിലെ മുതലുള്ള കണക്കുകളുടെ
ഏവറേജ് എടുത്ത് നോക്കിയിട്ടാണ്, ഓരോ മണിക്കൂറിൽ എത്ര പോളിംഗ് കണക്കാക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് 58 ലക്ഷം പേരാണ് മണിക്കൂറിൽ വോട്ട് ചെയ്തു എന്ന് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവസാനത്തെ 2 മണിക്കൂറിനുള്ളിൽ 116 ലക്ഷം വരെ ആകാം. പക്ഷെ അത് 76 ലക്ഷമാണ് അവസാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് യാതൊരു പൊരുത്തക്കേടുകളും ഇല്ല എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് പോളിംഗ് ശതമാനം കൂടിയ മണ്ഡലങ്ങളുടെ കണക്കുകൾ എടുത്തിട്ടാണ്. അദ്ദേഹം ഒരു കാംതി മണ്ഡലത്തിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. അവിടെ പോളിംഗ് ശതമാനം കൂടിയ സ്ഥലത്ത് BJP ജയിച്ചു എന്നാണ്. പക്ഷെ ഇതേപോലെ പോളിംഗ് ശതമാനം കൂടിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ശിവസേനയും അതുപോലെ തന്നെ ഉദ്ധവ് ശിവസേനയും ശരത് പവാറിന് NCP ഒക്കെ ജയിച്ച മണ്ഡലങ്ങളുടെ കണക്കും BJP എടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുന്നത്, ഇപ്പോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. നേരത്തെ അദ്ദേഹം സൈന്യത്തിന്റെ വിശ്വാസ്യതയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ നിരന്തരമായിട്ട് ജനങ്ങളിൽ നിന്ന് തിരിച്ചടി ഏൽക്കുന്ന കോൺഗ്രസ് അത് പരിഹരിക്കുന്നതിന് പകരം, അത് റെക്ടിഫൈ ചെയ്യുന്നതിന് പകരം, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിന് പകരം അദ്ദേഹം ജനങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, ജനാധിപത്യ സ്ഥാപനങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, നാടിനെ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എന്ത് പറ്റി എന്നുള്ളതാണ് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യം.